ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ യൂട്യൂബിനോട് എനിക്ക് പറയാൻ കഴിയുമോ? ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ റീച്ച് കുറയ്ക്കരുത്, അല്ലെങ്കിൽ കൂടുതൽ റീച്ചാക്കി തരണം, എനിക്ക് വേറെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് യൂട്യൂബിനോട് പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബിന് നമുക്ക് ഇങ്ങനെയുള്ള റീസണുകൾ യൂട്യൂബിന് ഒരു തരത്തിലും സ്വീകാര്യമല്ല. അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടോ അതിൽ നമ്മളെ ചാനൽ റീച്ച് ആകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ചാനൽ റീച്ച് ആകുക എന്നുള്ളത്. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കൺസിസ്റ്റൻസി. നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും? എൻ്റെ റീച്ച് പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കാരണം മിക്ക ക്രിയേറ്റേഴ്സും അവർ യൂട്യൂബ് ഒരു കരിയറായിട്ട് കൊണ്ടുപോകുന്നവരല്ല. ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഒന്നുകിൽ ഹൗസ് വൈഫ് ആയിരിക്കും, ജോലി ചെയ്യുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒഴിവ് സമയത്തായിരിക്കും അവർ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒഴിവ് സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സമയം എടുത്തിട്ട് വേണം ഒരു നമ്മുടെ ചാനലിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും തംബ്നെയിൽ ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മളൊരു വീഡിയോസ് ഇങ്ങനെ മുന്നോട്ട് ചെയ്തു പോവുക എന്നുള്ളത് ഒരു സാധാരണ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിത് ഈ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള കാര്യം യൂട്യൂബിനോട് പറഞ്ഞാൽ യൂട്യൂബ് അത് അംഗീകരിച്ച് തരുകയില്ല, നമുക്ക് പറയാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ യൂട്യൂബിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് മുന്നേ ഒരു ക്രിയേറ്റർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അയാളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ ഒരാൾ ഇപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ ഉപയോഗിച്ച ടൂൾ എന്നുള്ളത് ഷെഡ്യൂൾ എന്നുള്ളൊരു ടൂളാണ്. അപ്പോൾ അയാളുടെ വീഡിയോസ് അയാൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, ഷെഡ്യൂൾ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മളൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്ന് നമുക്കറിയാം. പക്ഷെ എത്ര ക്രിയേറ്റേഴ്സ് ഉണ്ട് അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വീഡിയോയിൽ കൺസിസ്റ്റൻസി വേണം, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വീഡിയോസ് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ടോ? നമ്മളെന്താ ചെയ്യാറുള്ളത്? നമുക്ക് ഇപ്പോൾ ഒരു ശനിയാഴ്ച നമ്മളൊരു വീഡിയോ ഞായറാഴ്ച ഇടുന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് ഷൂട്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കുന്നു. അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. മിക്ക ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രിയേറ്റർ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവർ ഒരുപാട് വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5 മണിക്കാണ് അവർ വീഡിയോസ് പബ്ലിക് ആക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4:30, 4:45 ആകുമ്പോൾ അവരുടെ ബാക്കി വർക്കൊക്കെ ഒഴിവാക്കി അവർ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കുന്നത്. അങ്ങനെയാണ് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അപ്പോൾ ഷെഡ്യൂൾ ഓപ്ഷൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്താൽ റീച്ച് കിട്ടുമോ, അല്ലെങ്കിൽ ഷെഡ്യൂളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ അപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷെ നമ്മളത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിനു മുന്നേ ഇത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ഒരു ഓൾറെഡി വർക്കുള്ള ഒരാളാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ശനി ഞായർ ലീവ് ഉണ്ട്, അങ്ങനെ നിങ്ങൾ കുറച്ച് വീഡിയോസ് ചെയ്യും. അത് മാക്സിമം അപ്പോൾ അങ്ങ് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ പബ്ലിക് ആക്കാൻ നോക്കും. ശനി ഞായറും നല്ല അപ്ലോഡിങ് നടന്നിട്ടുണ്ടായിരിക്കും. പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി അതിലൊന്നും വീഡിയോസ് ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഈ ഒരു ഹോളിഡേക്ക് ശനിയോ ഞായറോ അവർക്ക് വല്ല കല്യാണങ്ങൾ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ പോവും. പിറ്റത്തെ അപ്പോൾ പിന്നെ 2 ആഴ്ച ആയി അവിടെ ഗ്യാപ്പ്. പിന്നെ അവർ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മാസം വീഡിയോ അവിടെ അപ്ലോഡിങ് ആവാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരാൾ ഇത് നേരെ ഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ശനിയും ഞായറും അവർ ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരം 2-3 വീഡിയോ
ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. ഷോർട്സ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ കഴിയും കേട്ടോ. കാരണം എനിക്കറിയുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞായറാഴ്ച മാത്രമേ ലീവുള്ള കപ്പിൾസ് ആയിട്ട് ചെയ്യുന്നവർ. അവർ ഞായറാഴ്ച ഓൾറെഡി സെലക്ട് ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് ഷോർട്സ് കണ്ടന്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി വരെ ഇടാനുള്ള വീഡിയോസ് അവരുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അവർ ഫുൾ വർക്കിംഗ് ആണ്. അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അവർ ആ ഒരു 5 മണിയാണെങ്കിൽ ആ ഒരു സമയത്ത് അവർ പോലും അറിയുന്നുണ്ടായിരിക്കില്ല വീഡിയോ എങ്ങനെ പബ്ലിക്കായി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇപ്പം ഞാൻ ഇത്ര ദിവസം ഗ്യാപ്പ് എടുത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ, എൻ്റെ ചാനലിലെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണാത്തത് കൊണ്ടാണല്ലോ ഞാനൊരു ഗ്യാപ്പ് എടുത്ത് എന്ന് നിങ്ങൾ അറിയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോസ് വെച്ചിരുന്നെങ്കിലോ, ഇന്നലൊരു വീഡിയോ, മിഞ്ഞാന്നൊരു വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തത് നിങ്ങൾ അറിയുമായിരുന്നോ? പോട്ടെ, യൂട്യൂബ് അറിയുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒഴിവ് സമയത്ത് കൂടുതൽ വീഡിയോസ് ചെയ്യുക. അത് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു സ്ഥിരമായിട്ട് വീഡിയോ പബ്ലിക് ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങളത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അത് ഞാൻ ഓൾറെഡി എന്താ പറയുക, പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ ചെയ്തിട്ട് റീച്ച് കിട്ടിയ ഒരു സംഭവം. കാരണം അത്രയും ഡൗൺ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് 5 മണിക്ക് നമുക്ക് ഇതൊക്കെ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്ത് പബ്ലിക് ആക്കാമെന്ന് വിചാരിക്കും. പക്ഷെ എന്ന് ഉറപ്പാണ് ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി നാളെ ചെയ്യാമെന്ന് വിചാരിക്കും, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ നീണ്ടു പോകും. പിന്നെ നമുക്ക് തന്നെ മടിയായിരിക്കും. അപ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇനി എത്ര തിരക്കുള്ള ആളാണെങ്കിലും അതിനുള്ള ഓപ്ഷൻ യൂട്യൂബ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വീഡിയോ റീച്ച് ആവാനുള്ള കാര്യങ്ങൾ വരെ എല്ലാവിധ സെറ്റിങ്സും യൂട്യൂബ് നൽകിയിട്ടുണ്ട്. നമ്മളത് ചെയ്താൽ മതി. അതല്ലാതെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് പോയിട്ട് ട്രാഫിക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. എല്ലാം യൂട്യൂബ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഷെഡ്യൂൾ എന്നുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ ഒഴിവ് സമയം കണ്ടെത്തി കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്യുക. അത് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടി ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. പുതിയ ന്യൂ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൺഫ്യൂഷൻ മൂലം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളെ വീഡിയോസ് എടുക്കുക. നമ്മൾ ഓൾറെഡി വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുക, അൺലിസ്റ്റഡ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക, പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിസിബിലിറ്റി എന്ന് കാണാം. അപ്പോൾ ആ വിസിബിലിറ്റി എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇത് മൊബൈലിലും ചെയ്യാം, ഡെസ്ക്ടോപ്പ് വേർഷനിലും ചെയ്യാം. അപ്പോൾ ആ വിസിബിലിറ്റി എന്നുള്ളതിന് പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക്. അപ്പോൾ ഇതിന് പകരം ഞാൻ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഷെഡ്യൂൾ എന്നുള്ളത് വരുമ്പോൾ അവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാനുള്ള സമയം വരുന്നുണ്ട്. അതുപോലെ നമ്മളോട് ഡേറ്റും സമയം കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക, സേവ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ആ ഡേറ്റ് ആകുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ പബ്ലിക് ആകും. അങ്ങനെ നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ച് നോക്കൂ. എന്തായിരിക്കും നിങ്ങളുടെ ചാനലിൽ വരുന്ന മാറ്റം? നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, നമ്മൾ ഇനിയിപ്പോൾ ഒരു യാത്ര പോയാൽ, നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാൽ, നമുക്ക് എന്തെങ്കിലും തിരക്കുകൾ വന്നു കഴിഞ്ഞാലും, കല്യാണം എന്തായാലും ആ സമയത്ത് അതങ്ങ് പബ്ലിക് ആയിക്കോളും. അപ്പോൾ അത് നമ്മുടെ ചാനലിന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ ഈ ഒരു വീഡിയോക്ക് താഴത്തെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ ചാനലിൽ എന്താ പറയുക, കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഈ രീതിയിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങളുടെ ചാനലിൽ കൺസിസ്റ്റൻസി എന്നുള്ള ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരുന്നതല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.